ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയ ഒരു ട്രാവൽ വ്ളോഗാണ്. വേറെ ഒന്നല്ല, ഗുരുവായൂർ അമ്പലം സന്ദർശിച്ച് പതിവില്ലാണ്ട് അതിൻ്റെ അകത്ത് കയറി തൊഴാൻ പറ്റി, പ്രസാദം ഊട്ട് കഴിക്കാൻ പറ്റി. അപ്പോൾ ഏട്ടൻ പറയണേ, നീ കുതിരൻ തുരങ്കം കണ്ടിട്ടില്ലല്ലോ, എന്നാൽ നമുക്കിന്ന് കണ്ടുകളയാം. ഇതാണ് എൻ്റെ പ്രവേശന കവാടം. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കതിനെപ്പറ്റി അറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയ ചെറിയ ബൈ റൂട്ട് ഉണ്ട്. ചെറിയ ചെറിയ എന്ന് പറഞ്ഞാൽ 2 ഉള്ളൂ. എതിർവശത്തുനിന്ന് വരുന്ന വണ്ടികൾക്കും ഇവിടെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട് നല്ല രസമാണ്. ഇതുവഴി പോകാത്തവരൊന്ന് പോയി നോക്കണം. ഇതാണ് എൻ്റെ തുരങ്കം തീരുന്ന ഭാഗം. അടുത്തതായി ഞങ്ങൾ പോയത് അതിൻ്റെ അടുത്തുള്ള ഒരു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ്. വളരെ മനോഹരമാണ്, വളരെ ശാന്തമായ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സൗണ്ട് നമുക്കിങ്ങനെ കേൾക്കാം. പക്ഷെ ഞങ്ങൾ കുറേ അന്വേഷിച്ച് നോക്കി, അടുത്താണോ ഈ വെള്ളച്ചാട്ടം, എങ്കിലൊന്ന് പോയി നോക്കാം എന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. നിറയെ കുട്ടിക്കുരങ്ങന്മാരുണ്ട് അവിടെ ആ പ്രദേശം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അധികം ആൾവാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ആ അമ്പലത്തിലെ പൂജാരി മാത്രം എവിടെ നിൽപ്പുണ്ട്. ചെറിയ ഒരാളെ കണ്ടു. എന്നാലും നല്ല വലിയൊരു പ്രതിമയുണ്ട് ശാസ്താവിൻ്റെ. ഉണ്ടാകും കുതിരാൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അവിടെ എന്നും രാവിലെ 11 മണിക്ക് പ്രസാദ ഊട്ടൊക്കെ ഉണ്ടാകും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതവിടെ അമ്പലത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളാണ്. 2 തൂണുകളുണ്ട്. നല്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയാണ് കാണാനവിടെ. നല്ല ശാന്തമായ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ പേടിയുള്ള ഒരു സ്ഥലവും കൂടിയാണ് തന്നെയൊക്കെ നിൽക്കുമ്പോൾ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് തിരുവല്ലാമലയ്ക്കാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ പിറകെ ഇടുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ പോകാത്തവരാണെങ്കിൽ ഒന്ന് പോയി നോക്കണേ. ലൊക്കേഷൻ ഞാനിതിൽ ടാഗ് ചെയ്തേക്കാം.